അപ്പോൾ വാട്ട് വി ഈറ്റ് ഇൻ ജെൻഡിങ് ഹൈലൻഡ്സ് ഒന്ന് നോക്കിയാലോ. ഞങ്ങൾ കുറച്ച് ഫുഡ് എക്സ്പ്ലോറേഷനൊക്കെ നടത്തി, ഭയങ്കര എക്സ്പ്ലോറേഷൻ ഒന്നും പറയില്ല, എന്നാലും നടത്തിയതൊക്കെ നിങ്ങളുമായിട്ട്. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു റെസ്റ്റോറൻ്റാണ് എടുക്കാൻ പോകുന്നത്, ബാബാജിയ. ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ വിചാരിച്ചു ഇവിടെ തന്നെ ഒന്ന് ചൂസ് ചെയ്ത് കളയാന്ന്. ഹായ്, ഇന്ന് ഞാൻ കഴിക്കുന്നത് സീ ഫുഡ് നോയ്ന ലക്സ, അതാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് എഗ്ഗ്, പ്രോൺസ്, വീറ്റ്, നൂഡിൽസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു സൂപ്പ് പരുവത്തിലാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞാൻ തുടങ്ങിയില്ല, എന്താ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് കണ്ടോളൂ എന്തായാലും. ജസ്റ്റ് ഇതിനകത്ത് കാണുന്നില്ലേ, ഇതാണ് നമുക്ക് കാണാൻ പറ്റും. എഗ്ഗുണ്ട്, പ്രോൺസ്, നാരങ്ങയുടെ മെയിൻലെസ് മുറിച്ച് തന്നിരിക്കുകയാണ്, നൂഡിൽസ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം കൊഞ്ചാണ് ട്രൈ ചെയ്ത്. നമുക്കെപ്പോഴും വിശ്വാസമുള്ള സാധനമായിരിക്കും നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത്. നൂഡിൽസ് ഈസ് ഫൈൻ. ഒരു സൂപ്പ് മോഡലാണ് നമുക്ക് നൂഡിൽസ് തന്നിരിക്കുന്നത്. ഞാനൊരു ഫോർക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചോപ്പ് സ്റ്റിക്സ് കൊണ്ട് എന്നെക്കൊണ്ട് പോസിബിൾ അല്ല, ഞാൻ പരിശ്രമിക്കുന്നുണ്ട് പരമാവധി. ഓക്കെ, ലൈക്ക് പക്ഷേ അവർ ട്രൈ ചെയ്യുന്നത് ഇതാണോ, ഇതെനിക്ക് തോന്നുന്നു സോയാബീൻ്റെ ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരത് നമ്മൾ സോസേജസ് ആക്കുന്നില്ലേ, അതുപോലെ ഇവർ ആക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, ഇവർ കൂടുതൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യാ, അത് തന്നെ ഈ സംഭവം ബേസിക്കലി സോയാബീനാണ്. നമുക്ക് സോയാബീൻ അരച്ചിട്ട് അതൊരു സോസേജ് ആക്കി അത് മുറിച്ചെടുത്താൽ എങ്ങനെയിരിക്കും, ദാറ്റ് ഈസ് ദ തിങ്. ഞാനിതുവരെ ഈ സാധനം ഉപയോഗിച്ച് കഴിച്ചിട്ടില്ല, വളരെ ഭീകരമാണ്. നൂഡിൽസൊക്കെ നല്ല നീളമുണ്ടല്ലോ. എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. എന്താ സംഭവം ട്രൈ ചെയ്തോ. ഇതെന്താ നോക്കട്ടെ, പൈനാപ്പിളോ? വാവ്, ആദ്യമായിട്ടാണ്, അത് പ്രതീക്ഷിക്കാത്തൊരു സംഭവം കേട്ടോ. പൈനാപ്പിളുണ്ട്. ഇതെന്താണ്, ഇത് ഞാൻ പറഞ്ഞ സോയാബീൻ തന്നെ. ഇതാണത്, സൂപ്പിൻ്റെ സ്പൂൺ നമുക്കത് കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ, ഇതാണ് ആക്ച്വലി സോയാബീൻ അവർ അരച്ചിട്ട് നമുക്ക് സോസേജ് ഒരാക്കി മുറിച്ചിരിക്കുകയാണ് ബേസിക്കലി. ഈ വലുത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര ചൂയായിട്ടൊരു സംഭവമാണ് എനിക്ക് മനസ്സിലായത്. ഒരു വീറ്റ്, ഇതിനൊരു ഇത് കാണുന്നില്ലേ, നമുക്കൊരു എന്താ പറയുന്നത്, നമ്മൾ ഈ മുട്ടയുടെ ഇതുപോലെയാണ്, പക്ഷേ മുട്ടയുടെ ടേസ്റ്റ് അല്ല കിട്ടുന്നത്, വീറ്റ് ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ എന്താണ് ഐറ്റം എന്ന് എനിക്കറിയത്തില്ല. എനിവേ ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ്, നല്ല സാധനമാണ്. ഇതിൻ്റെ ജ്യൂസായിട്ടുള്ള ഐറ്റം ശരിക്കും നല്ല ടേസ്റ്റിയാണ്, ഒരു മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ നല്ലൊരു ഹോട്ട് ആൻഡ് സോർ സൂപ്പ് കുടിക്കത്തില്ലേ, അത്രയും എരിവും പുളിയൊന്നുമില്ല, എന്നാൽ അതിൻ്റെ തൊട്ട് മൈൽഡ്. പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റും, നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ്. സാധാരണ ഇവരുടെ ഒരു ഫ്ലേവറിങ് നമുക്ക് അത്രയും പിടിക്കണമെന്നില്ല. ഓക്കെ, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസ്. ഹലോ, ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന ജ്യൂസ്. ഇതിൻ്റെ പേര് അംബ്ര സോർ പ്ലം എന്നാണ്. അത് ആക്ച്വലി ഐസുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് തന്നിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്താ സംഭവം എന്ന് കുടിച്ച് നോക്കാം. അംബ്ര എന്നൊക്കെ കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവർ ഒരു ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ട്, നമ്മുടെ നെല്ലിക്ക അല്ല, പക്ഷെ വേറെ എന്തോ രൂപത്തിലാണ്. കഴിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഇത് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഇതാണ് ലബാക് സെറ്റ്. ഓക്കെ, ഇതൊരു അപ്പറ്റൈസറാണ് ബേസിക്കലി. ഇതിൻ്റെ പേര് ലബാക് സെറ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ബേസിക്കലി അവർ എന്താണ്, ചിക്കന്, കുക്കുംബർ, പിന്നെന്താണ് പറഞ്ഞത്, പൊട്ടറ്റോ. ഈ കാണുന്ന സാധനത്തിൻ്റെ പേരാണ് ലൊബാക് സെറ്റ്. ഇതിനകത്ത് ബേസിക്കലി വീറ്റ്, എഗ്ഗ്, ഫിഷ് ഉണ്ട്, സോയാബീൻ്റെ മിക്സ് ഉണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നത്. പിന്നെ മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇവർ, ക്രസ്റ്റേഷ്യൻസ് ഉണ്ട്, സെസമ ഉണ്ട്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ കുക്കുംബറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം.
എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. ഐ എം ഗോയിങ് ടു ട്രൈ. എന്തായാലും പ്രസൻറ്റേഷനും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഇത് എന്ത് സോസേജ് പോലും ആക്കിയത്, എന്ത് ഫ്ലേവറിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവർ ഇത് കണ്ടോ, ഒരു സൈഡിലൊരു ചില്ലി സാധനം തന്നിട്ടുണ്ട്. ചില്ലി ഒന്നല്ല, ഇവരുടെ ചില്ലി എന്ന് പറയുന്നത് ഭയങ്കര മധുരമാണ് ബേസിക്കലി. അത് തന്നെ സെയിം കേസ്. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കൊരു മധുരമുള്ള ഫ്ലേവറാണ് കൂടുതൽ. മധുരവും പുളിയും കൂടെ ചേർന്നൊരു ഫ്ലേവറാണ് ഇവർ തരുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് എരിവും ഇതിഷ്ടമുള്ളതുപോലെ ഇവർക്ക് ബേസിക്കലി ആ ഒരു പുളിപ്പ് മധുരം കൊണ്ടുള്ള ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സെയിം സാധനമാണോ അതോ ഡിഫറെൻ്റ് ആണോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തോ ഫിഷിൻ്റെ ഐറ്റം ആണെന്ന് തോന്നുന്നു. ഇതെന്തോ ഒരു ടൈപ്പ് ഫിഷിൻ്റെ കൂടെ അവർ ഇത് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ വെളിയിൽ ഇവർ ആക്ച്വലി ഒരു ക്രസ്റ്റ് പോലാണ്, പക്ഷേ ഒരു സോഫ്റ്റ് ക്രസ്റ്റാണ് ബേസിക്കലി അത്. നമ്മുടെ പപ്സിൻ്റെ ഒക്കെ വെളിയിൽ ചെറിയൊരു ലെയറല്ലേ, അതിന് ആ ലെയർ ഒരു ഇച്ചിരി സോഫ്റ്റായിരുന്നാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിലല്ല, അതിനകത്ത് ഒരു ഇത് ഫിഷാണ് ഇട്ടിരിക്കുന്നത് അവർ ബേസിക്കലി. എന്ത് ഫിഷാണെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷെ ഫിഷാണ്. ലൈക്ക് അതാണ് ഒരു ഫ്ലേവറിങ് എനിക്ക് അതിന് കിട്ടിയത്. ഓക്കെ, ഇതെന്ത് ടൈപ്പാണ് ടെസ്റ്റ് ചെയ്ത്? എനിക്ക് തോന്നുന്നു ഓരോരോ ടൈപ്പായിട്ടായിരിക്കും. കാരണം ഫിഷ് ഇത് ലെറ്റ് മീ ട്രൈ ദിസ്. എനിക്ക് തോന്നുന്നു ഇത് മൊളസസ് ആയിരിക്കും ബേസിക്കലി. ഫിഷിൻ്റെ തന്നെ വേറെ എന്തോ വെറൈറ്റിയാണ്, അത് മെൻഷൻ ചെയ്തിരുന്ന പോലെ. അത് നമ്മൾ ഈ സെറ്റിനകത്ത് കഴിച്ചതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിഷിൻ്റെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുക്കുംബേഴ്സാണ്. ഇത് ആക്ച്വലി ഒരു സാധനം നമ്മുടെ എന്താ പറയുന്നത്, സോയാബീൻ അരച്ചിട്ട് അവർ ഫ്രൈ ചെയ്ത് മിക്സ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇതെന്തായിട്ടും എനിക്ക് മനസ്സിലായില്ല. എഗ്ഗിൻ്റെ ആണെന്ന് തോന്നും, പക്ഷേ അതൊരു എന്തോ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്, ടേസ്റ്റിയാണ് കേട്ടോ, ഇത് സംഭവം ടേസ്റ്റിയാണ്. പക്ഷേ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ ഒരു ഫ്ലേവറിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബേസിക്കലി. ഒരു കുത്തലല്ല, ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര പുളിപ്പുള്ളൊരു സംഭവമാണ്, ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പുറത്ത് ഈ സംഭവം നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്. ഞാൻ നമ്മൾ പറഞ്ഞല്ലോ, ബേസിക്കലി നമ്മൾ പപ്സിൻ്റെ ചെറിയൊരു ലെയറിന് ഭയങ്കര സോഫ്റ്റ്. ഇത് കണ്ടു നോക്കും, ജസ്റ്റ് ഒന്ന് ക്ലോസ് എടുത്ത്. ഇതുണ്ടോ, ഇതിൻ്റെ ഈ ഒരു ലെയർ ഭയങ്കര സോഫ്റ്റ്. ഇതുണ്ടോ, സ്കിൻ ഇങ്ങനെ പതുക്കെ പൊങ്ങി വരുന്നുണ്ടോ, ലൈക്ക്. പക്ഷേ നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കാണുന്നത് പോലല്ല, ഇറ്റ്സ് റിയലി ടേസ്റ്റി. ഇതിനകത്ത് ഇതുണ്ടോ, ഇതിനകത്ത് ഇത് ഫിഷാണ്. ഇത് ബേസിക്കലി ഫിഷാണ്, നമുക്ക് പ്യുവർ ഫിഷാണ് വരുന്നത്. ഇത് നമുക്ക് ടേസ്റ്റിയാണ്. ഇത് ആക്ച്വലി മൊളസസ് എന്നാണ് എൻ്റെ വിശ്വാസം, പക്ഷേ എനിക്ക് ആ ഫ്ലേവറിങ് കറക്റ്റ് അറിയുന്നില്ല. ഇത് പിന്നെ ആസ് യൂഷ്വൽ ഇവരുടെ നമ്മുടെ മധുരച്ചമ്മന്തിയാണ്. മുളകൊക്കെ ഇടുന്നത് മാത്രമേ ഉള്ളൂ, നല്ല മധുരമാണ് ഈ സാധനത്തിന്. ഇവർ ബേസിക്കലി സ്പൈസ് വളരെ കുറവ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് ആ ഒരു പുളിപ്പാണ്, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇവർക്ക് കൂടുതൽ. അത്രയാണ് എനിക്ക് ഇതീം തോന്നിയത്. ലാസ്റ്റ്ലി നമ്മൾ ട്രൈ ചെയ്യുന്നത് ബേസിക്കലി ഞാൻ പറഞ്ഞ ജ്യൂസാണ്. ലൈക്ക് എന്താണ് ഐറ്റം എന്നുള്ളത് പ്രതീക്ഷയാണ്. വലിയൊരു സ്ട്രോ ആണ്. ഇവിടുത്തുകാരെല്ലാം നല്ല വലിയ സ്ട്രോ ആണ് തരുന്നത് കേട്ടോ. ഈ ഒരുമാതിരി കുഞ്ഞ് സ്ട്രോ ആയിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ അലിഞ്ഞു പോകുന്ന സ്ട്രോ തരുന്നതിന് നേരം ഇതുണ്ടോ, കട്ടിയായി. ഇത് ചിലപ്പോൾ അടി വേണമെങ്കിലും കൊടുക്കാം, അങ്ങനത്തെ സ്ട്രോ ആണ് തന്നിരിക്കുന്നത്. സംഭവം കൊള്ളാം. ആക്ച്വലി എന്തിൻ്റെ ടേസ്റ്റാണ് പറഞ്ഞിരുന്നത്, നമ്മുടെ ചിലിമ്പിപ്പുളിയില്ലേ, നിങ്ങളെന്താ പറയുന്നത്, ചിലിമ്പിക്ക എന്നാണ് പറയുന്നത്. ഞങ്ങൾ ചിലിമ്പിപ്പുളി എന്നാണ് പറയുന്നത്. ചിലിമ്പിപ്പുളിയും ചിലിമ്പിപ്പുളിയുടെ കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ മാങ്ങയും കൂടെ മിക്സ് ചെയ്ത് നല്ല മധുരം ഇട്ട് ഐസ് കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ അങ്ങനെ ഇരിക്കും സാധനം. അതാണ് ഈ ഐറ്റം. എനിക്ക് കിട്ടിയ ഫ്ലേവറിങ് അതാണ്. പക്ഷേ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പച്ചമാങ്ങ ജ്യൂസ് കുടിക്കത്തില്ലേ, ആ പച്ചമാങ്ങ ജ്യൂസിൻ്റെ കൂടെ ചെറിയൊരു നമ്മുടെ എന്താ പറയുന്നത്, ഈ ചിലിമ്പിപ്പുളിയുടെ ചെറിയൊരു പീസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലേവർ കിട്ടുന്നതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അവർ പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്ത് പ്ലം ആണ്. പക്ഷേ
ഇറ്റ് ടേക്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ അടിപൊളി സംഭവമാണ്, മസ്റ്റ് ട്രൈ ആണ്, ഉറപ്പായിട്ടും കുടിക്കാം. ഇനി ഈ സംഭവത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ അങ്ങ് കേട് മാറി കിട്ടി. ഈ ജ്യൂസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ആക്ച്വലി അവസാനം ഹോട്ട് ചോക്ലേറ്റ് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് വന്നാലും സേഫ് സൈഡിൽ ഇരിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരുടെ പ്ലാൻ. എനിക്ക് പക്ഷേ ട്രൈ ചെയ്യാനാണ് ഇഷ്ടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉറപ്പായിട്ടും ഞാൻ ഇത് മസ്റ്റ് റെക്കമെൻഡ് ആണ്. ആൻഡ് ദ നൂഡിൽസ് ഈസ് ഓൾസോ മസ്റ്റ് റെക്കമെൻഡ്. ഓക്കെ, ഈ സെറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അത്രയും പറയത്തില്ല, നമ്മുടെ വരുന്ന ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, മധുരമാണ്, പിന്നെ ഈ ഒരു ഫ്ലേവറിംഗ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ നൂഡിൽ വാസ് ബെസ്റ്റ്. ഇന്ന് കഴിച്ച ഫുഡിൽ എന്താ പറയുന്നത്, ഈ ഒരു 3 സംഭവത്തിൽ ഓക്കെ ഫസ്റ്റ് വിൽ ഗോ ഫോർ നൂഡിൽസ്. ലൈക്ക് ഇത് രണ്ടിന് ഫസ്റ്റ് കൊടുക്കുക, സെക്കൻഡ് പൊസിഷൻ ഇല്ല. ഈ സെറ്റിന് മാത്രമായിരിക്കും സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് പൊസിഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. സെറ്റ് മോശമാണെന്നല്ല, നമുക്ക് എല്ലാം അതിനകത്തെ ഫ്ലേവറിംഗ് നമുക്ക് പിടിക്കണമെന്നില്ല. നമുക്ക് നാട്ടുകാർക്ക് ബേസിക്കലി ഒരു എരിവ് അല്ലെങ്കിൽ ചില ഇവരുടെ ഫ്ലേവറിങ്ങുകൾ താല്പര്യം വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇഫ് യു വോണ്ട് ടു ട്രൈ യു ക്യാൻ ട്രൈ. ഓക്കെ, അത് ഞങ്ങൾ ബാക്കിയുള്ളത് കഴിച്ച് തീർക്കട്ടെ. ഞങ്ങൾ പകുതി ആയതേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോയി പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യും, പുതിയ കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, ബൈ.